കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിച്ചു വരുന്ന ഒരു പ്രത്യേക തരം ചീരയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് പൊന്നാങ്കണ്ണി ചീര. ഇത് മുടി കൊഴിച്ചിൽ അകറ്റാനായിട്ടും വളരെ നല്ലതാണ്. അപ്പോൾ കാഴ്ചശക്തി കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നവർ, കണ്ണിന് പ്രശ്നമുള്ളവർ, അതുപോലെ മുടി കൊഴിച്ചിൽ കാര്യങ്ങളുള്ളവർ ഇത് ധാരാളമായിട്ട് കഴിക്കുക. അതായത് ദിവസവും സാധിക്കുമെങ്കിൽ കുറച്ചെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3-4 ദിവസം ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഈ ചീര നമുക്ക് പരിപ്പ് ചേർത്തോ അല്ലെങ്കിൽ വെറുതെ തോരനായിട്ടോ മുട്ട ചേർത്തോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട്. ഈ ചീരയുടെ പ്രത്യേകത പറയാനാണെങ്കിൽ ഇതിന് മുട്ട് പോലത്തെ വെള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. വെയിലത്ത് നിൽക്കുന്ന ചെടികളാണെങ്കിൽ ചുവപ്പ് കലർന്ന പച്ച നിറത്തിലാണ് കാണുന്നത്. തണലിൽ നിൽക്കുന്ന ചെടിയാണെങ്കിൽ നല്ല, അതുപോലെ വളത്തിലൊക്കെ നിൽക്കുന്നതാണെങ്കിൽ നല്ല കരിമ്പച്ച നിറത്തിലൊക്കെ ഇത് കാണാറുണ്ട്. ഒരു ചുവപ്പ് കലർന്ന ഒരു പച്ച. ഇത് വളരുന്ന സാഹചര്യം അനുസരിച്ച് ചെറിയ വ്യത്യാസം ഈ ചെടിയിൽ കാണും. ഇതാണ് ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീര. ഇതിൻ്റെ തണ്ട് നമുക്ക് ഒടിച്ചു കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേര് പിടിച്ച് പുതിയ ചെടി ഉൽപ്പാദിപ്പിക്കാം. ഇതിൻ്റെ ഓരോ മുട്ടുകളിലും ചെറിയ ചെറിയ വേരുകൾ കാണും. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്കിത് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ചെറിയൊരു കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് വളർത്തിയെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും കാഴ്ചശക്തി കുറവുള്ള കുട്ടികൾക്ക് പതിവായിട്ട് ഈ ചീര കറിവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ടായതായിട്ട് ഒരുപാട് അനുഭവസ്ഥർ പറഞ്ഞിട്ടുള്ള ഒരു ചീര കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരമാവധി നമ്മളെല്ലാം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവാള ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സവാള അരിഞ്ഞതും അതുപോലെ തന്നെ ഇത്തിരി വെള്ളക്കാന്താരിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിന് സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മളിപ്പോൾ ഇവിടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാമല്ലോ. അപ്പം നമ്മളൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചീരയും അതുപോലെ സവാളയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഈ ഒരു പരുവത്തിനായി. പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ അമുങ്ങി പോകും കേട്ടോ. നമ്മൾ ചീര കറി വെക്കുമ്പോൾ അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ അത് ഒത്തിരി ചീര ഉള്ള പോലെ നമുക്ക് ആദ്യം തോന്നുമെങ്കിലും പിന്നെ നമ്മൾ വെന്ത് വരുമ്പോൾ ഇത് നന്നായിട്ട് കുറഞ്ഞു വരും കേട്ടോ. ചീര നമുക്ക് മൂടി വെച്ച് വേണമെങ്കിൽ വേവിക്കാം, പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടില്ല എന്നാണ്. പക്ഷേ അത് കുറച്ചൊരു വാട്ടറി ആയിട്ടൊരു ജലാംശം കൂടുതലായിട്ട് നിൽക്കുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ മൂടി വയ്ക്കാതെ തന്നെ വേവിച്ചെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അധികം ടൈമൊന്നും എടുക്കണ്ട. നമ്മുടെ ചീര പെട്ടെന്ന് വേകുന്നതാണ്. ഇനി നമ്മൾ ഒരു പിടി പീര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ സൈഡ് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നടുവിലത്തെ ഭാഗത്തിലേക്ക് അടുത്തൊരു സൂത്രം ചെയ്യാൻ പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു മുട്ട പൊട്ടിച്ച് ഇട്ട് കൊടുക്കാനാണ് പോണത്. അപ്പം അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നടുവിലത്തെ ഭാഗത്ത് മാത്രമായിട്ട് ഇത് ചിക്കി കൊടുക്കുക. ഫുള്ളായിട്ട് ഈ സമയത്ത് ചിക്കരുത്. അപ്പോൾ അതൊന്ന് വെന്ത് വരണം. ആ കുറച്ച് സ്ഥലത്ത് കിടന്ന് അത് നന്നായിട്ട് വെന്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള ചീരയായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. തീ നമ്മൾ കുറച്ച് തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ടോട്ടൽ ആ ചീരയായിട്ട് മിക്സ് ചെയ്തെടുക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. ടേസ്റ്റിനേക്കാളുപരി ഇതിലെ പോഷക മൂല്യങ്ങളാണ് പ്രാധാന്യം. അപ്പം അതും മറക്കാതിരിക്കുക. നമ്മളെ കണ്ണുകൾക്ക് നല്ല കാഴ്ച കിട്ടാനായിട്ട് ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു പൊന്നാങ്കണ്ണി ചീര ഉപയോഗിച്ചിട്ടുള്ള മുട്ടത്തോരൻ. പൊന്നാങ്കണ്ണി ചീരയും മുട്ടയും കൂടി ചേർന്നിട്ടുള്ളൊരു തോരനാണിത്. അടിപൊളി ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ ചീര വീട്ടിലില്ലെങ്കിൽ വെച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ ഇടയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത് തോരനൊക്കെ വെച്ച് കഴിക്കുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്.
ആരുടെയൊക്കെ വീട്ടിൽ പൊന്നാങ്കണ്ണി ചീര ഉണ്ടെന്ന കാര്യം കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.